ബസ്സിലെ സീറ്റ് ഫുള്ള് റിസർവ്ഡ് ചെയ്നി. പ്ലാനിങ് ഇല്ലാതെ പോയി എനിക്ക് കിട്ടിയ ഫസ്റ്റ് പണി അതേനി. സമയം രാവിലെ 9:30. കൊടൈക്കനാലിലെത്താൻ 12:30. അതുവരെ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യണം. അങ്ങനെ ബസ്സിന്റെ ഫ്രണ്ടിലൊരു സീറ്റ് കണ്ടപ്പോൾ ഞാൻ ചാടി കയറിയിരുന്നതും കണ്ടക്ടർ വന്ന് തമിഴിൽ ചൂടായി 2 ഡയലോഗ് അടിച്ച് ആടുന്ന് നീക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പാവമ്പള കേരളത്തിലുള്ള ബസ് കണ്ടേഴ്സിനൊക്കെ ഒന്ന് ആലോചിച്ചു. കണ്ടക്ടർ വീണ്ടും ടിക്കറ്റ് കൊടുക്കാൻ പോയ ടൈമിൽ ഒരു അക്ക എന്നോട് പറഞ്ഞ് ആടിയിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ആടിയിരുന്നപ്പോൾ ബസ്സിലെ ഡ്രൈവർ കുഞ്ഞിക്കൂനിൽ വാസോട്ടം നോക്കുന്ന ഒരു നോട്ടം അങ്ങോട്ട് നോക്കി. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ അങ്ങോട്ട് എണീച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വൊമിറ്റ് ചെയ്യാൻ വന്ന് ബസ് നിർത്താൻ പറഞ്ഞു. ഒരു ബസ് നിർത്തിയത് ഞാൻ ചാടി ഇറങ്ങി. വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം ആ മണ്ടൻ കണ്ടക്ടർ എന്നോട് പറയാ, അടുത്ത സ്റ്റോപ്പിൽ 10 മിനിറ്റ് നിർത്തിയിടും, അപ്പോൾ വൊമിറ്റ് ചെയ്യാന്ന്. ഈ പൊട്ടനോട് ഞാൻ എങ്ങനെയാ തമിഴിൽ പറഞ്ഞ് മനസ്സിലാക്കിയത് പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നല്ലാന്ന്. അങ്ങനെ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓടിക്കേറി. അപ്പോഴേക്ക് എൻ്റെ കയ്യിലുള്ള വെള്ളവും തീർന്നിനി. പിന്നെ എവിടെ പോയാലും ആടെ ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടാവുമല്ലോ. അതേപോലെ ബസ്സിലുള്ള 2 മലയാളികൾ വന്ന് എനിക്ക് ഇരിക്കാനൊരു സ്ഥലവും കൂടെ കുറച്ച് വെള്ളവും തന്ന്. അപ്പ കിട്ടിയൊരു ഹാപ്പിനെസ് ഊഫ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വണ്ടി ഒരു ചായക്കടേന് മുന്നിൽ നിർത്തിയപ്പോൾ ചൂടുള്ള കട്ടനടിച്ച് ഞാൻ സെറ്റ്. അങ്ങനെ ഒരു 12:30 മണിയപ്പോൾ ബസ് കൊടൈക്കനാലിലെത്തി. ആടെ എത്തിയിട്ട് അങ്ങോട്ട് പോകണം എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ബോഡി ഫുള്ള് വീക്കായതുകൊണ്ട് തന്നെ ഒന്ന് കിടന്നാൽ മതിയേനി എന്നുള്ള ഒരൊറ്റ മൈൻഡ് എനിക്ക്. അങ്ങനെ എനിക്കറിയുന്നൊരു കമ്പനിക്കാരനെ വിളിച്ച് റൂം സെറ്റാക്കി. അങ്ങനെ കിട്ടിയ റൂം സ്റ്റേ ആണെങ്കിൽ ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ. വണ്ടി പോലും പോകാത്ത പട്ടിക്കാട്ടിലേക്ക് ഞാൻ അങ്ങനെ നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ ഞാനൊരു തമിഴാളി ഫാമിലീനെ മീറ്റ് ചെയ്ത്. അതായത് ഹാഫ് തമിഴ് ഹാഫ് മലയാളി. ഓരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതൊരു വലിയ ഫോറസ്റ്റ് ഏരിയ ആണെന്നോ ആടേക്ക് വണ്ടി പോലാന്നോ ഓരിനോട് പറഞ്ഞു. പിന്നെ ഓരോ ആണെങ്കിൽ ഓരോ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്യാമെന്നും പറഞ്ഞു. നാളെ ആ കാട്ടുന്ന ഇതുപോലെ ഏതെങ്കിലും വണ്ടി ടൗണിലേക്ക് കിട്ടുമോ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ് 5 കിലോമീറ്റർ നടക്കാണ്ട്. ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ടും 5 കിലോമീറ്റർ നടക്കാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ അവരോട് ബൈ പറഞ്ഞ് ജീപ്പിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത എന്താക്കുന്ന ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചൂട് ബിരിയാണി മേടിച്ചങ്ങോട്ട് കഴിച്ചു.